السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء وإن الأنبياء لم يورثوا دينارا ولا درهما إنما ورثوا العلم فمن أخذه أخذ بحظ وافر أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഉലമാക്കളെ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ അടിമകൾ അറിഞ്ഞ് മനസ്സിലാക്കി അല്ലാഹുവിന് പൊരുത്തമായ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറഞ്ഞ സമയം അവർ ശരിയായ നിലയിലുള്ള ജീവിതം അല്ലാഹുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ അവരുടെ കാലത്ത് അവരുടെ പ്രവൃത്തികളെ നോക്കി നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലവരായവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലേക്കും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ധിക്കരിച്ചവരെ അല്ലാഹുവിന്റെ കോപത്തിലേക്കും ചെന്നെത്തുന്ന വിധത്തിൽ അവരുടെ ജീവിതം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് അല്ലാഹുവിങ്കലേക്ക് എത്തിക്കുകയും അല്ലാഹു അവരെക്കുറിച്ച് അല്ലാഹു നേരത്തെ തന്നെ തീരുമാനിച്ച് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന സുഖാനുഭൂതികളിലേക്കോ അല്ലെങ്കിൽ ആപത്തുകൾ അപകടങ്ങളിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി അവരുടെ ജീവിതം അവസാനിപ്പിക്കും. അതാണ് അവരുടെ കാലാകാല ജീവിതം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് മനുഷ്യരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അവരിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും, ഈ ജീവിതവും ജീവിതത്തിന് ശേഷം വരുന്ന മരണവും നിശ്ചയിച്ചിരിക്കുന്നത് അതിനിടയിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരിശോധിക്കാൻ. മറുഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നേ ഇല്ല. സാധാരണ നിലയിൽ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ മറുഭാഗം ചീത്ത പറയും, ഉപകാരം പറഞ്ഞാൽ ഉപദ്രവം പറയും, നന്മ പറഞ്ഞാൽ തിന്മ പറയും. ഇത് സാധാരണ പതിവാണ്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അല്ലാഹുവും അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ അധിക ഭാഗങ്ങളിലും അധിക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗം പറഞ്ഞാൽ നരകം പറയും, ദുനിയാവ് പറഞ്ഞാൽ ആഖിറത്തെ കുറിച്ച് പറയും, നല്ലവരെ കുറിച്ച് പറഞ്ഞാൽ മോശക്കാരെ കുറിച്ച് പറയും. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും വെച്ചിരിക്കുന്നത്. നല്ല പ്രവർത്തനങ്ങൾ മാത്രമല്ല, മോശമായ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നും നിരീക്ഷിക്കുന്നും കണക്കാക്കുന്നുമൊക്കെ ഉണ്ട്. നന്മകൾ എഴുതുന്നത് പോലെ തിന്മകളും എഴുതപ്പെടുന്നുണ്ട്. നന്മകൾ രേഖപ്പെടുത്തുന്നത് പോലെ തിന്മകളും രേഖപ്പെടുത്തുന്നുണ്ട്. നന്മ എഴുതാൻ മലക്കുകളെ നിശ്ചയിച്ചതുപോലെ അല്ലാഹു തിന്മ എഴുതാനും മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നന്മ ചെയ്യുന്ന ആളുകളുടെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തിന്മ ചെയ്യുന്നവർക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, ദൂഷ്യങ്ങളെക്കുറിച്ച്, ശിക്ഷകളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നന്മ ചെയ്യുന്നവരുടെ ഏടുകളെക്കുറിച്ച്, അവരുടെ ഫയലുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്യുന്നവരുടെ ഫയലുകളെക്കുറിച്ചും അവരുടെ ഏടുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. രണ്ടും അല്ലാഹു പറയുന്നു. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം മാത്രം പറയുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ്. അപ്പം അല്ലാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ നന്മയാണ് അംഗീകരിക്കപ്പെടുന്നത്. അവൻ ചെയ്യുന്ന നല്ലതാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. അതിനെക്കുറിച്ച് മാത്രമാണ് അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും നേടാൻ സാധിക്കുന്ന കാര്യങ്ങളായി അംഗീകരിക്കപ്പെടുക. ആ ചെയ്യുന്ന നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനവും മഹത്വവും ഉള്ളത്. അവരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അവരെക്കുറിച്ചാണ് അല്ലാഹു തആല അംഗീകാരത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുക. മറുഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതോ അല്ലാഹു അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും സ്ഥാനമോ മഹത്വമോ ഉള്ളവരോ ഒന്നുമല്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗനിക്കുന്നു പോലുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വരുന്നു, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിന്റെ ഏത് കോണിൽ, ഏത് പടുകുഴിയിൽ, ഏത് അപകടത്തിൽ ചെന്ന് പെട്ട് നശിച്ചു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. അവരെ കുറിച്ച് അല്ലാഹു തആല ഗൗനിക്കുന്നു പോലുമില്ല. മനുഷ്യർ എല്ലാവരും ജീവിക്കുന്നു, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും ജീവിക്കുന്നു. ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും, ഇഴജന്തുക്കൾ ജീവിക്കുന്നുണ്ട്, വിഷജന്തുക്കൾ ജീവിക്കുന്നുണ്ട്, വന്യമൃഗങ്ങൾ ജീവിക്കുന്നുണ്ട്. മനുഷ്യന് ഉപകാരമില്ലാത്ത ഉപദ്രവങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ജീവികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഏതോ ജീവികൾ ജീവിച്ച് തീർത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തള്ളിക്കളയുകയാണ്. ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം അല്ലാഹു തആല പരിശോധിക്കുന്നത് ആരാണ് നന്മ ചെയ്യുന്നത് എന്നാണ്. ഈ നന്മ എവിടെ നിന്നാണ് വരുന്നത്? ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് പാടുള്ളത്, ഏതാണ് പാടില്ലാത്തത്?
ഇത് മനുഷ്യന് സ്വയം അവന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ ബുദ്ധിക്കൊരു പരിധിയുണ്ട്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കഴിവുകൾക്കെല്ലാം ഒരളവുണ്ട്. മനുഷ്യന്റെ കേൾവിക്ക് അളവുണ്ട്, കാഴ്ചക്ക് അളവുണ്ട്, സംസാരത്തിന് അളവുണ്ട്, അവന്റെ കൈകാലുകളുടെ പ്രവർത്തനങ്ങൾക്ക് അളവുണ്ട്, അവന്റെ ഹൃദയത്തിന്റെ ചിന്തയ്ക്ക് അളവുണ്ട്. എല്ലാത്തിനും ഒരു അളവും പരിധിയും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യന് ചിന്തിക്കാൻ അറിയാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന സ്വീകാര്യമായ നന്മകൾ ഏതാണെന്ന് ഒരു മനുഷ്യനും സ്വയം അറിയാൻ തീരുമാനിക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള കഴിവ് മനുഷ്യനില്ല. മനുഷ്യൻ സ്വയമായ നിലയിൽ ചിന്തിച്ച് നന്മകൾ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടാത്ത ധാരാളം തിന്മകളെ മനുഷ്യൻ നന്മകളായി കാണും. അല്ലാഹു തആല നിശ്ചയിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ മനുഷ്യൻ വലിയ പുണ്യകർമ്മങ്ങളായിട്ട് കാണും. അല്ലാഹുവിന്റെ നിശ്ചയത്തിൽ നിയമങ്ങളായി അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് അവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതായി തോന്നും. മനുഷ്യൻ വുളു ചെയ്യുന്നു വെള്ളത്തിൽ, എന്നാൽ തണുപ്പ് സമയത്ത് മനുഷ്യൻ കാലുറ ഹുഫ ധരിക്കുന്നു. കാലുറ ധരിക്കുന്ന മനുഷ്യൻ വുളു ചെയ്യുമ്പോൾ ബാക്കി അവയവങ്ങൾ കഴുകുന്നു, പക്ഷേ കാലിൽ കഴുകേണ്ടതില്ല, ഹുഫയുടെ പുറത്ത് തടകിയാൽ മതി. അഴുക്കുകൾ കഴുകേണ്ടത് അഴുക്ക് പുരണ്ട സ്ഥലത്താണ്. എവിടെയാണോ അഴുക്കുകളും മോശമായ വസ്തുക്കളും ഉള്ളത് അതിനെയാണ് കഴുകിക്കളയേണ്ടത്. മനുഷ്യൻ വുളു ചെയ്യുമ്പോൾ വെള്ളത്തിൽ കൈ മുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കൈകൾ കഴുകണമെന്ന് സുന്നത്തായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കൈകളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആ വെള്ളവും അഴുക്കാവും. മാത്രമല്ല കൈകൊണ്ട് മറ്റവയവങ്ങൾ കഴുകുമ്പോൾ അവയവങ്ങളിലും ഈ അഴുക്ക് പുരളും. അതുകൊണ്ട് കൈ കഴുകാൻ പറഞ്ഞു. ഇങ്ങനെ അഴുക്കുള്ള സ്ഥലങ്ങളാണ് കഴുകേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞാൽ, മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടിയിരുന്നതെങ്കിൽ കാലുറ തടകുമ്പോൾ കാലിന്റെ താഴ്ഭാഗം തടകണമെന്ന് ഞാൻ പറയുമായിരുന്നു. കാരണം മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ്. കാലുറ ധരിച്ച് ചവിട്ടി നടക്കുന്നത്, അഴുക്ക് പുരളുന്നത് കാലിന്റെ താഴ്ഭാഗത്താണ്, ഉള്ളിലാണ്. പക്ഷെ കാലുടെ തടകാൻ പറഞ്ഞിരിക്കുന്നത് കാലിന്റെ പുറത്താണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാന ദീനു ബിർറഈ, മനുഷ്യന്റെ അഭിപ്രായവും മനുഷ്യന്റെ ആലോചനയും ചിന്തയും അനുസരിച്ചായിരുന്നു ദീനിന്റെ നിയമങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും കാലിന്റെ താഴ്ഭാഗം തടകണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുമായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ അഭിപ്രായപ്പെടുകയുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ നിയമം അതല്ല. കാലുറയുടെ പുറത്ത് തടകാനാണ്. കാലിന്റെ പുറത്ത്, പാദത്തിന്റെ പുറത്ത് തടകണം. താഴ്ഭാഗം തടകിയാൽ വുളു ശരിയാവുകയില്ല. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലത് ഏതാണ്, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യരുതാത്തത്, ഇതിനെക്കുറിച്ച് തീരുമാനിക്കണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി അതിന് പര്യാപ്തമായതല്ല. അതിന് അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെ നിർദ്ദേശം കിട്ടണം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, നബിമാർ വഴിയായി എല്ലാ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെ മനുഷ്യന് പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗം വഹീന്റെ മാർഗമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടത്തെ കാര്യങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്, ഇൽമ് അല്ലാഹു തആല മനുഷ്യന് നൽകി. ആദ്യമായി അല്ലാഹു തആല പടച്ചു ആദം നബി അലൈഹിസ്സലാമിനെ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തം നേടാനുള്ള ജീവിതത്തിന്റെ വഴികൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് ഇൽമാണ് കൊടുത്തത്, അറിവ് കൊടുത്തു. അതിൽ കൂടിയാണ് മനുഷ്യൻ നന്മയും തിന്മയും വേർതിരിച്ചറിയുന്നത്, ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുന്നത്, വേണ്ടതും വേണ്ടാത്തതും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമെല്ലാം തിരിച്ചറിയുന്നത് അറിവിൽ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് അറിവ് കൊടുത്തു എന്ന് മാത്രമല്ല,
അറിവിന്റെ പേരിൽ ആദം അലൈഹിസ്സലാമിന് കിട്ടിയ മഹത്വം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുകയും അത് അല്ലാഹു തആല അവന്റെ മുഴുവൻ സൃഷ്ടികളുടെ മുമ്പിൽ വെളിവാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ മലക്കുകളോട് ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന. എന്തിന്റെ പേരില? ആദം അലൈഹിസ്സലാമിന്റെ കഴിവുകളുടെ പേരിലല്ല. മലക്കുകൾ എത്രയോ ശക്തന്മാരാണ്. മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ശക്തന്മാരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ആദം അലൈഹിസ്സലാമിന്റെ പരിശുദ്ധിയുടെ പേരിലല്ല. കാരണം മലക്കുകൾ മനുഷ്യരെക്കാൾ പരിശുദ്ധരാണ്. ആദം അലൈഹിസ്സലാമിന്റെ ഇബാദത്തിന്റെയോ അമലുകളുടെയോ പേരിലല്ല. കാരണം മലക്കുകൾ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും അമലുകളിൽ വ്യാപൃതരാകുന്നവരുമാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് മലക്കുകളോട് അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ മലക്കുകൾ പറഞ്ഞു, എന്തിന് ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാത്ത, അമലുകൾ ചെയ്യാത്ത, തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളും മാത്രം ഉണ്ടാക്കി ലോകത്ത് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരെ പടയ്ക്കുന്നു? അമലും ഇബാദത്തുമാണ് ലക്ഷ്യമെങ്കിൽ ഞങ്ങളില്ലേ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഇതിന്റെ ഒന്നും പേരിലല്ല ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. അള്ളാഹു ആദം അലൈഹിസ്സലാമിന് കൊടുത്ത ഇൽമിന്റെ മുമ്പിൽ മലക്കുകൾ പരാജയപ്പെട്ടു, ആദം അലൈഹിസ്സലാം വിജയിച്ചു. അതിന്റെ പേരിൽ അല്ലാഹു തആല പറഞ്ഞു ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ. ഇപ്പൊ ഇൽമ് ഒരു മനുഷ്യന് കിട്ടിയാൽ മലക്കുകൾ പോലും അവരുടെ മുമ്പിൽ കീഴ്പ്പെടും. കീഴ്പ്പെടുത്തി അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശരിയായ നിലയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ പഠിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറായാൽ, ഒരു വിദ്യാർത്ഥി തയ്യാറായാൽ, അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ മുമ്പിൽ വിനയത്തോടുകൂടി വന്ന് അവർക്ക് സേവനം ചെയ്ത് അവരുടെ സേവകരായി മാറുമെന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നാളുകളുടെ പരിശ്രമത്തിന്റെ പേരിൽ പഠിച്ച് ഈ മദ്രസയിൽ നിന്നുള്ള പഠനം നിശ്ചയിക്കപ്പെട്ട സിലബസ് പൂർത്തിയാക്കി 25ഓളം ആലിമീങ്ങൾ ഇവിടുന്ന് ബിരുദമെടുത്ത് പോവുകയാണ്. മദ്രസയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 7 വർഷം 8 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി അവർ പോകുന്നു. നമ്മളുടെ മുമ്പിൽ ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ നമ്മളുടെ മക്കളാണ്, നമ്മളുടെ ബന്ധത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചെറുമക്കളാണ്. നമ്മൾക്ക് അവരോട് വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. അത് നമ്മളുടെ മുമ്പിൽ വ്യക്തമാവുകയില്ല. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പഠനം പൂർത്തിയാക്കി പോകുന്ന ഈ ആലിമീങ്ങൾ, അതുപോലെ ബിരുദം നേടുന്ന ഖാരികൾ, ഹാഫിളീങ്ങൾ, മുഫ്തികൾ, ഇവരിന്ന് നമ്മളെ പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ അല്ലാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന് എന്താ ആവശ്യം? അല്ലാഹുവിന് മനുഷ്യനെ കൊണ്ടൊരു ആവശ്യവുമില്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല, ആരെ കൊണ്ടും ഒരു കാര്യവും നടത്താനില്ല. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചില ആളുകളെ ഏൽപ്പിക്കും ചെയ്യാൻ വേണ്ടി. ആ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു തആല അങ്ങനത്തെ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അല്ലാഹു അവരെ ഏറ്റെടുക്കും. അല്ലാഹു തആല ഏറ്റെടുത്താൽ അതിന്റെ അടയാളം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിന് അവർക്ക് ഇഷ്ടമുണ്ട്, അല്ലാഹുവിന്റെ സ്നേഹത്തിന് അവർ വിധേയരായി, അവർ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു. അല്ലാഹു ആരെയെങ്കിലും പ്രിയപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടാൽ അവനക്ക് വലിയ സമ്പത്ത് കൊടുത്തവനെ സമ്പന്നനാക്കുകയല്ല ചെയ്യുന്നത്. അവനെ വലിയ ശരീരവും ആരോഗ്യവും കൊടുത്ത് വലിയ ആരോഗ്യവാനാക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല അല്ലാഹു ചെയ്യുന്നത്. അവൻ അധികാരം കൊടുത്ത് വലിയ ഭരണാധികാരിയാക്കുകയല്ല അല്ലാഹു ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അല്ലാഹു തആല പലരെയും ചെയ്തിട്ടുണ്ട്. അതൊന്നും അല്ലാഹുവിന്റെ ഇഷ്ടക്കാരല്ല. വലിയ അധികാരിയായിരുന്നു ഫിർഔൻ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനല്ല. വലിയ സമ്പന്നനായിരുന്നു ഖാറൂൻ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനല്ല. വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വലിയ പദവിയിൽ വിരാജിച്ചവനാണ് ഹാമാൻ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനല്ല. വലിയ ശക്തനായിരുന്നു നമ്രൂദ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനല്ല.
ഇതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ഇഷ്ടം നേടുകയില്ല. അള്ളാഹു തആല ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ അടയാളം, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹു ഏറ്റെടുക്കുകയാണ്, അള്ളാഹു അവരെ ഉപയോഗിക്കുക. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരായവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, നബിമാരാണ്. നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ഈ ലോകത്ത് നടപ്പിലാക്കാൻ, അതിനുപയോഗിക്കാൻ വേണ്ടി. അവരാരും വലിയ സമ്പന്നരായിരുന്നില്ല, അധികാരികളായിരുന്നില്ല, ശക്തന്മാരായിരുന്നില്ല, സുഖലോലുപന്മാരായിരുന്നില്ല, ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നവരായിരുന്നില്ല. മുഴുവൻ നബിമാരുടെ ചരിത്രവും പരിശോധിച്ചു നോക്കിയാൽ പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സംഭവങ്ങൾ, ചരിത്രങ്ങളെ കേൾക്കാനുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാം എത്ര കഷ്ടപ്പെട്ട് അവസാനം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽതു ഇലയ്യ മിൻ ഖൈരിൻ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അള്ളാഹുവേ, ഞാൻ നിന്റെ ഭാഗത്ത് നിന്നും ആവശ്യപ്പെടുന്നത് എനിക്കിപ്പോൾ ആവശ്യമായ എന്തെങ്കിലും പ്രയോജനമാണ്. ആ പ്രയോജനത്തിന് ആവശ്യക്കാരനാണ് ഞാൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം എത്ര കഷ്ടപ്പെട്ടു. റബ്ബി അന്നി മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഞാൻ പ്രയാസത്തിലാണ് പടച്ചവനെ, എന്നോട് കരുണ ചെയ്യണം, നിന്റെ കരുണയല്ലാതെ എനിക്ക് രക്ഷയില്ല. എല്ലാ നബിമാരും, വിശിഷ്യ അവസാനം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പൂർണ്ണമായി നമ്മളുടെ മുമ്പിലുണ്ട്. ദിവസങ്ങളോളം ആഹാരം കഴിക്കാൻ കഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബിമാരെ മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചു, പ്രയാസങ്ങൾ, കഷ്ടതകൾ സഹിച്ച്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൊടുത്ത്, വലിയ സ്ഥാനം കൊടുത്ത്, തെരഞ്ഞെടുത്ത് അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നവരാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ ആലിമീങ്ങൾ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കൾ എന്താണോ ചെയ്തത് അതാണ് ഇവരും ചെയ്യേണ്ടത്. വാപ്പ കച്ചവടം തുടങ്ങി കടയും ഇട്ട് വാപ്പ മരണപ്പെട്ടാൽ മക്കൾ കടയും പൂട്ടി വീട്ടിൽ പോയി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അതല്ല നല്ല മക്കൾ. വാപ്പായുടെ കച്ചവടം ശരിയായ നിലയിൽ നോക്കി അതിനെ പുരോഗതിയിൽ എത്തിച്ച് വാപ്പ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ ആക്കി അതിനെ വളർത്തിയെടുക്കുന്നവരാണ് നല്ല മക്കൾ. വാപ്പാക്ക് സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് പോയി ആ വാപ്പായുടെ സമ്പത്തിനെ ശരിയായ നിലയിൽ ഉപയോഗിച്ചതിനെ നന്നാക്കുന്നവരാണ്, വളർത്തുന്നവരാണ് നല്ല മക്കൾ. വാപ്പ കൂട്ടി വെച്ചിട്ട് പോയ സമ്പത്തിന്റെ നോട്ടുകളുടെ കെട്ടുകൾ എടുത്ത് സുഖലോലുപതയിൽ പോയി അതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞ് അവസാനം ഒന്നുമില്ലാത്തവരായി ദരിദ്രരാകുന്നവരല്ല നല്ല മക്കൾ. ഇനി വാപ്പ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു വച്ചിരുന്നു, ആ ചെയ്ത കാര്യങ്ങളെ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നവരാണ് നല്ല മക്കൾ. ഒരു വീട് പണിതു വെച്ചു, വാപ്പ പണിയാൻ തുടങ്ങി, പകുതി പണിതു, വാപ്പ മരണപ്പെട്ടു. നല്ല മക്കൾ എന്ന് പറയുന്നത് ആ വീടിനെ ബാക്കി പണിയും പൂർത്തിയാക്കി കഷ്ടപ്പെട്ടാണെങ്കിലും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ച് ആർക്ക് താമസിക്കാൻ വേണ്ടി വാപ്പ വെച്ചോ അത് പൂർത്തിയാക്കി കൊടുക്കുന്നവരാണ്. എന്നതുപോലെ നബിമാർ എന്ത് കാര്യം ഇവിടെ ചെയ്തോ, വിശിഷ്യ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എന്താണോ ചെയ്തത്, ചെയ്തിട്ട് പോയ കാര്യത്തെ പൂർത്തിയാക്കാൻ വേണ്ടി അതിൽ പരിശ്രമിച്ച് ആ ജോലിയിൽ വ്യാപൃതരാകുന്നവരാണ് എന്റെ അനന്തരാവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഓതി ഫാരിഗായി പോകുന്ന ആലിമീങ്ങൾ, ഓതി തീർന്നുപോയ ആലിമീങ്ങൾ അനന്തരാവകാശികൾ എന്ന് സാധാരണ പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ചിന്ത വരുന്നത് വിട്ടിട്ടുപോയ സ്വത്തിന്റെ അവകാശികൾ എന്നാണ്. വാപ്പ മരണപ്പെട്ടാൽ വാപ്പാടെ അനന്തരാവകാശി എന്താ ആവശ്യപ്പെടുന്നത്? അനന്തരാവകാശി ആരെക്കുറിച്ചാ പറയുന്നത്? വാപ്പ കുറെ സമ്പത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വീതിച്ചെടുക്കുന്നവർ. വാപ്പ കുറെ കടം വിട്ടിട്ടാണ് പോയതെങ്കിലോ? വാപ്പ സമ്പത്തല്ല വിട്ടിട്ട് പോയത്, കടമാണ് വിട്ടിട്ട് പോയത്, ബാധ്യതയാണ് വിട്ടിട്ട് പോയത്. എന്നാലോ മക്കൾ എന്ത് ചെയ്യും?
അപ്പൊ അനന്തരാവകാശികളായി ഞങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയും മക്കൾ. ഇത് നല്ല മക്കളല്ല. ഇത് നല്ല മക്കളല്ല. നല്ല മക്കൾ ബാപ്പാക്ക് കടമുണ്ടെങ്കിൽ ബാപ്പായുടെ മയ്യത്ത് ഖബറിൽ വെക്കുന്നതിന് മുമ്പായി ബാപ്പായുടെ മുഴുവൻ കടങ്ങളും ബാധ്യതകളും തീർത്ത് ബാപ്പായെ ആ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കി അള്ളാഹുവിങ്കലേക്ക് എത്തിക്കുന്നവരാണ് നല്ല മക്കൾ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ ഉലമാക്കളെ ഏൽപ്പിച്ചിട്ട് പോയി, അല്ലാ ഫൽയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ്, എന്റെ മുമ്പിൽ വന്നെത്താൻ കഴിയാതെ എനിക്ക് കാണാനും ബന്ധപ്പെടാനും സാധിക്കാത്ത ധാരാളം അള്ളാഹുവിന്റെ അടിമകൾ ഖിയാമത്ത് നാൾ വരെ ഇനി വരാനിരിക്കുന്നു. എന്റെ അനന്തരാവകാശികളായ ഉലമാക്കൾ എന്ന് പറയുന്നവരെ, നിങ്ങളുടെ ബാധ്യത, ഞാൻ ഏത് കാര്യം ലോകത്തിന് എത്തിച്ചു കൊടുത്ത് ലോകത്തെ എവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോ നിങ്ങളുടെ ജോലിയും അതുതന്നെയാണ്. അതാണ് എന്റെ അനന്തരാവകാശം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, എന്റെ അനന്തരാവകാശത്തിന്റെ സമ്പത്ത് വീതിച്ചെടുക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. എന്റെ അനന്തരാവകാശികൾ എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ ഒരു നയാ പൈസ പോലും ഈ ലോകത്ത് കിട്ടാതെ ആയി പോകാം. ഒരു ദിർഹമും ദീനാറും നിങ്ങൾക്ക് എന്റെ അവകാശമായി, എന്റെ അനന്തരാവകാശമായി വീതിച്ചെടുക്കാൻ ലഭ്യമാവുകയില്ല. അതാണ് അവസ്ഥ. എന്താണ് എന്റെ അനന്തരാവകാശം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്? ഇന്നമാ വറസുൽ ഇൽം, അനന്തരാവകാശം അറിവാണ്. അഥവാ നിങ്ങൾ ഈ വർഷങ്ങളോളം ഓതി സമ്പാദിച്ച ഈ അറിവ്, ഇതിനെ ഒരിക്കലും കയ്യിൽ വെക്കാനുള്ളതല്ല, സ്വന്തമാക്കാനുള്ളതല്ല, ഉപയോഗിക്കാതെ എവിടെയെങ്കിലും മാറ്റിവെക്കാനുള്ളതല്ല. ഈ ജോലിയിൽ വ്യാപൃതരാകാതെ മറ്റേതെങ്കിലും തൊഴിലുകളിൽ ജോലിയിൽ ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കഴിഞ്ഞുകൂടാനല്ല നിങ്ങളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് തന്നിരിക്കുന്നത് ഇതിനെ പ്രയോജനപ്പെടുത്താനാണ്, ഉപയോഗപ്പെടുത്താനാണ്. അതിനെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാൻ, ദീനിനെ നിലനിർത്താൻ. ഇന്ന് ലോകത്ത് ദീൻ ശരിയായ നിലയിൽ, ആലിമീങ്ങൾക്ക് കുറവില്ല, പക്ഷെ ദീൻ ശരിയായ നിലയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ യോഗ്യരായ, പ്രാപ്തരായ അങ്ങനത്തെ ആലിമീങ്ങൾക്ക് ഇന്ന് വലിയ ക്ഷാമമാണ്. എവിടെ നോക്കിയാലും മദ്രസകളും ആലിമീങ്ങളും കാണാം. പക്ഷേ അവരെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്ന ഉപയോഗം പൂർണ്ണമായ നിലയിൽ നടന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് മനുഷ്യർ യഥാർത്ഥ ദീൻ എന്താണ് അള്ളാഹുവിന് പൊരുത്തമായ മാർഗം, എങ്ങനെ ജീവിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ ആളുകൾ ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ വഴിയിലേക്ക് വന്നെത്താൻ ആളുകൾ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്, എവിടെയാണെന്നറിയാതെ. കാരണം ദീനിന്റെ എത്രയോ വ്യത്യസ്തമായ മാർഗങ്ങൾ കാണുന്നു. എന്നാൽ ദീനാണെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. എന്റെ വഴി ഒന്നാണ്, എന്നിലേക്ക് എത്താനുള്ള മാർഗം ഒന്നേ ഉള്ളൂ, വേറെ ഇല്ല. അല്ലാഹു തീർത്തു പറയുന്നു. പിന്നെ വഴികൾ ഒരുപാട് നിങ്ങൾക്ക് കാണാം. അതിന്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പോയാൽ എന്നിലേക്ക് വന്നെത്താൻ സാധിക്കുകയില്ല. വേറെ എവിടെയോ നിങ്ങൾ പോയി അകപ്പെട്ടു പോകും, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകും. അള്ളാഹു പറയുന്നു. അപ്പൊ വേറെ ധാരാളം വഴികൾ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് നമുക്ക് വരച്ച് കാണിച്ചു തന്നു. ഒരുപാട് വഴികളുണ്ടെന്ന്. പക്ഷേ നേരായ വഴി അള്ളാഹുവിലേക്ക് എത്തുന്നത് ഒന്നു മാത്രമാണ്. അമ്പിയാക്കൾ കാണിച്ചു തന്ന വഴി, സഹാബാക്കൾ നടന്ന വഴി, മാ അന അലൈഹി വ അസ്ഹാബി. ഇതെന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ന് ലോകം ദാഹിക്കുകയാണ്. എവിടെ നിന്ന് ഇത് കിട്ടുമെന്ന്. അതിനാണ് അങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനവും അതാണ്, അടിസ്ഥാന ലക്ഷ്യവും അതാണ്. അള്ളാഹുവിലേക്ക് എത്തുന്ന നേരായ വഴി ഏതാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ, ലോകം ദാഹിക്കുന്ന കാര്യത്തിന് അവരുടെ ദാഹം തീർക്കാൻ, അവരെ വെള്ളം കുടിപ്പിക്കാൻ, ലോകം വിഷമിച്ചിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ അവരുടെ കൈക്ക് പിടിച്ച് നേരായ വഴിയിലേക്ക് എത്തിച്ചവർക്ക് സമാധാനം കൊടുക്കാൻ, അതിന് യോഗ്യരായ പ്രാപ്തരായ ആലിമീങ്ങളെ വാർത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹാഫിളാണെങ്കിലും ശരി, ആലിമാണെങ്കിലും ശരി, മുഫ്തിയാണെങ്കിലും ശരി, ഖാരിയാണെങ്കിലും ശരി, ഇവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അവരവരുടെ മേഖലകളിൽ ഏതാണോ അള്ളാഹുവിന് പൊരുത്തമായ വഴി, അള്ളാഹുവിലേക്ക് എത്തുന്ന വഴി, ആ വഴി കാണിച്ചു കൊടുത്ത് ജനങ്ങളെ കൈക്ക് പിടിച്ച് നടത്തുക, ആ വഴിയിലേക്ക് കൊണ്ടുപോയി ചേർക്കുക. ജനങ്ങളുടെ കൈക്ക് പിടിക്കണം. അള്ളാഹുവിന്റെ അടിമകളെ വിട്ടുകളയരുത്. അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ കൂട്ടി ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് എത്തിക്കണം. അതിന് ഇൽമ ആവശ്യമാണ്. ഇൽമാണ് അതിനാവശ്യമായത്. ഇൽമില്ലാതെ ഈ കാര്യം നടക്കുകയില്ല. ആ ഇൽമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് ഇത്രയും വർഷങ്ങൾ നിങ്ങളെ ഇവിടെ നിർത്തി അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്, നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങളെ ഏറ്റെടുത്തത്. ഇത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങളുടെ പിന്നാലെ നടന്ന നിങ്ങളുടെ ഉസ്താദന്മാർ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ നേരെ നിന്നാൽ, നിങ്ങൾ പ്രയോജനപ്പെട്ടാൽ, 6-7 വർഷം നട്ടു വളർത്തി ഒരു മരം, ഒരു തെങ്ങ് വെച്ചു, 6-7 വർഷം നട്ടു വളർത്തി, കായ്ക്കാൻ തുടങ്ങാനായപ്പോൾ 7 വർഷമായപ്പോൾ തെങ്ങ് ഉണങ്ങി തുടങ്ങി, കേടുവന്നു, അതിന്റെ മടലുകൾ കരിഞ്ഞു തുടങ്ങി, അതിന്റെ തടി ക്ഷയിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ ഈ നട്ടു വളർത്തിയ, വെള്ളമൊഴിച്ച് വളർത്തിയ ഈ കൃഷിക്കാരനക്ക് എത്ര സങ്കടം, എത്ര വിഷമമുണ്ടാകും. അവന്റെ പരിശ്രമം നിഷ്ഫലമായി പോയതിന്റെ ദുഃഖത്തിൽ ചിലപ്പോൾ അവൻ ജീവനൊടുക്കുന്ന കാഴ്ച ഇന്ന് നമുക്ക് ധാരാളം കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഉസ്താദന്മാരും അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാവി മോശമായ നിലയിൽ കണ്ടാൽ, പക്ഷെ ഉസ്താദന്മാർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇവിടുത്തെ തെങ്ങിന്റെ തേങ്ങയല്ല അവർ വിചാരിച്ചിരിക്കുന്നത്, ഇവിടുത്തെ മരത്തിന്റെ ഫലമല്ല അവർ വിചാരിച്ചിരിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് ഇവിടുത്തെ ഫലവുമല്ല. അവർക്ക് ഒരു നിലയിലും അവരുടെ ഉദ്ദേശം ആഖിറത്തിൽ അല്ലാഹു തആല അവരുടെ ഫലം നിശ്ചയിച്ചു പോയി. ഓരോ ദിവസവും നിങ്ങളെ വളർത്തുന്നതിന്റെ, ഓരോ നിമിഷവും നിങ്ങളുടെ പിന്നാലെ നടക്കുന്നതിന്റെ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം അവർക്ക്, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥിരപ്പെട്ടു പോയി. അതുകൊണ്ട് അവർ നഷ്ടവാളികളല്ല, നഷ്ടവാളികൾ നിങ്ങളായിരിക്കും, ബാധ്യത നിർവഹിക്കാത്തവർ. ഇന്ന് ധാരാളം മദ്രസകളിൽ നിന്ന് ആലിമീങ്ങൾ ഫാരിഗായി വെളിയിലിറങ്ങുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലരും ഭൗതികതയിലേക്ക്, ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങളിലേക്ക്, ആ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അതിനുള്ള വഴികൾ തേടി അവർ മറ്റ് പല വഴികളിലേക്കും പൊയ്ക്കളയുകയാണ്. യഥാർത്ഥമായ ദീനിന്റെ ഇൽമിനെ പഠിക്കാൻ, നിലനിർത്താൻ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് ആളുകളെ കിട്ടാത്ത കാലമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ആലിമീങ്ങളായ അവർക്ക് വലിയ സൗകര്യങ്ങൾ കിട്ടുമെന്ന് ലക്ഷ്യമാക്കുകയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ അത് ലഭ്യമാക്കാൻ, അതിലേക്ക് എത്താൻ ഈ വഴിയിൽ നമുക്കിത് സാധിക്കുകയില്ല എന്നുള്ള ബോധം വന്ന് അവർ മറ്റു വഴികളിലേക്ക് തിരിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാൻ, നമ്മളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചോളീൻ. ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഇൽമിന്റെ ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. ഇൽമിനെ വ്യാപിപ്പിക്കുന്ന, ദീനിനെ ശരിയായ നിലയിൽ നിലനിർത്തുന്ന ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ജോലി ചെയ്യുന്നവരെ സമ്പന്നരാക്കാം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. ആ ആളുകളെ അവരുടെ ജീവിതാവശ്യങ്ങൾ മുഴുവനും അവരുടെ മുമ്പിൽ പൂർത്തിയാകുന്ന തരത്തിലുള്ള വരുമാനം അവരുടെ കയ്യിൽ കൊടുക്കാമെന്ന് അല്ലാഹു വാദ ചെയ്തിട്ടില്ല. അല്ലാഹു വാദ ചെയ്യുന്ന എന്താണ്? നോക്കരുത് ഭൂമിയിലേക്ക്, പോക്കറ്റിലേക്ക് നോക്കരുത്, നിങ്ങളുടെ കീശയിലേക്ക് നോക്കണ്ട, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ നോക്കണ്ട, ഭൗതികമായ നിങ്ങളുടെ വഴികൾ നോക്കണ്ട, നിങ്ങളുടെ സമ്പാദ്യ മാർഗങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഭൂമിയിലേക്ക്, തറയിലേക്കോ, പാദത്തേക്കോ, ആകാശത്തേക്കോ നോക്കാനുള്ളവരൊന്നുമല്ല. എവിടെയും മുകളിൽ നോക്കണ്ട. നിങ്ങളുടെ മരങ്ങൾ കാച്ചോ എന്ന്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നോ എന്ന് ഭൂമിയിലേക്ക് നോക്കണ്ട, നിങ്ങളുടെ സൈഡുകളിലേക്ക് നോക്കണ്ട. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽഅർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. അല്ലാഹുവിന്റെ വഅദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എൻ്റെ ഖജനാവിലേക്ക് നോക്ക്. നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ ഖജനാവിലേക്കാണ്. എൻ്റെ ഖജനാവിലേക്ക് നോക്കിയ ഒരുത്തനും നിരാശനാവുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഖജനാവ് യദുല്ലാഹി മൽആ ലാ യഗീബുഹാ നഫഖത്തുൻ സഹ്ഹാ അൽ-ലൈല വൻ-നഹാർ. യദുല്ലാഹി മൽആ, അല്ലാഹുവിന്റെ ഖജനാവ് നിറഞ്ഞതാണ്.
ഒരു കുഴപ്പവും വരികയില്ല. അതിന് യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. എന്റെ ഖജനാവ് അത്ര നിറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളുടെ റിസ്ക് എന്റെ ഖജനാവിലാണുള്ളത്. വെറുതെ പറയുന്നതല്ല. അല്ലാഹു സത്യം ചെയ്യുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന് ആകാശഭൂമികളുടെ ഉടമസ്ഥനായ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്ത് നിങ്ങളോട് പറയുന്നു. നമ്മളൊക്കെ ആരോടും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സത്യം ചെയ്യും അള്ളാഹുവിനെ കൊണ്ട്. നമ്മളോട് അള്ളാഹു പറഞ്ഞ വാദ ഉറപ്പിക്കാൻ അള്ളാഹു സത്യം ചെയ്യുന്നു ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കൊണ്ട്. സത്യം ഇത് മാത്രമാണ്, നിങ്ങളുടെ കയ്യിൽ തരൂല, ഞാൻ സൂക്ഷിക്കും എന്റെ ഖജനാവിൽ, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് തരും. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കയ്യിൽ തന്നാലേ, കയ്യിൽ തന്നാൽ തീർന്നു പോകും. നിങ്ങളുടെ കയ്യിൽ തരുന്നത് തീരും, എന്റെ കയ്യിലുള്ളത് തീരൂല. അതുകൊണ്ട് ഞാൻ വെച്ചേക്കുന്നു, നിങ്ങൾ എന്നിലേക്ക് നോക്ക്, എന്റെ ഖജനാവിലേക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് വ്യാപിപ്പിക്കുകയും നിലനിർത്തുകയും തനതായ രൂപത്തിൽ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും ഭൗതികമായ ഒരു തരത്തിലുള്ള സഹായങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണ്ട, ഭൗതികമായ ഒരു സൗകര്യങ്ങളും പ്രതീക്ഷിക്കണ്ട. മറന്നേക്കിൻ, വിട്ടേക്കിൻ, ഭൂമിയിലേക്ക് നോക്കണ്ട. അള്ളാഹു വാദാ ചെയ്യുന്നു, എന്റെ ഖജനാവിലേക്ക് നോക്ക്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായി അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് നടപ്പിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ തനതായ രൂപത്തിൽ ലോകർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ അടിമകളെ ശരിയായ വഴിയിൽ നടത്തി അള്ളാഹുവിലേക്ക് എത്തിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്തിക്കണം. അള്ളാഹുവിന്റെ ഒരു അടിമയും പാഴായി പോകരുത്. ഈ ലക്ഷ്യത്തിലായിരിക്കണം നമ്മളുടെ ജീവിതം. അതുകൊണ്ട് നമ്മളുടെ രാവും പകലും, നമ്മളുടെ ദിവസവും മാസവും വർഷവും എല്ലാം, നമ്മളുടെ അധ്വാനവും നമ്മളുടെ കഷ്ടപ്പാടും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ ചലനങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളും എല്ലാം അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. നമ്മളുടെ സ്വഭാവം അങ്ങനെയാകണം, പെരുമാറ്റം അങ്ങനെയാകണം, സംസാരം അങ്ങനെയാകണം, പ്രവർത്തനം അങ്ങനെയാകണം. ആ വഴിയിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുത്തത് ഫലപ്പെടും. അള്ളാഹു നമ്മളെ ഏറ്റെടുത്തവനാകും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് നമുക്ക് ലഭ്യമാകും. നാം അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനമുള്ളവരാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ. മറ്റൊരു വഴിയാണ് നമ്മളിൽ നിന്നും ഉണ്ടാകുന്നതെങ്കിൽ നാം വളരെ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, വളരെ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഹദീസ് മാത്രം പറയാം. അവ്വലു മൻ തുസ്അറു ബിഹി ജഹന്നമു യൗമൽ ഖിയാമ ആലിമുൻ ലം യൻഫഅഹു അല്ലാഹു ബിഇൽമി. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറായി. മുഴുവൻ ഉലമാക്കളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്ന ഈ ആലിമീങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി, ലോകത്ത് ശരിയായ നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട എന്ത് സൗകര്യമാണോ അത് മുഴുവനും ചെയ്തു കൊടുത്തവരെ സഹായിക്കാൻ ബാക്കിയുള്ള മുഴുവൻ മനുഷ്യർ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, മോമിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ എല്ലാവരുടെയും ബാധ്യതയാണ്. മുഴുവൻ ആളുകളും ആ വിഷയത്തിൽ അവർക്ക് സഹായികളായി അവരെ നല്ല വഴിയിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉലമാക്കളെ അല്ലാഹു തആല അവന്റെ ദീനിന് വേണ്ടി കബൂലാക്കുമാറാകട്ടെ. ഇവരുടെ പരമ്പരയെയും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരയിൽ അല്ലാഹു തആല ഹഖിന്റെ ഉഖ്റവിയായ റബ്ബാനിയങ്ങളായ നേരായ പാതയിൽ ഇസ്തിഖാമത്തോടെ ഉറച്ചു നിൽക്കുന്ന, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്ന ആളുകളെ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ആളുകളെ വാർത്തെടുക്കുന്ന താവളമായി ഈ സ്ഥാപനത്തെ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഒഴിവാക്കി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് അല്ലാഹു തആല ഇതിനെ വളർത്തി ബാക്കിയുള്ള ദീനിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും ആ നിലയിൽ വളർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഈ ലോകത്ത് വിജയിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിന് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കാരണക്കാരാക്കി കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാന
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.